ഇൽമല്ല ആവശ്യം, ഇൽമ കൊണ്ടുള്ള കർമ്മാണ്. അതിന് ഒരാളെ കയ്യിൽ ഇൽമുണ്ടായാൽ മതി. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് എല്ലാവരുടെ കയ്യിലും എന്താ ഉള്ളത്? ഇൽമ്. ഈ ഇൽമ് ഖാസിറായ ഇൽമാണ്. കാരണം ഒരു അന്തമില്ലാത്ത കയ്യിൽ നിന്നാണ് ഇൽമൊക്കെ കിട്ടിയത്. എന്നിട്ട് ഇതിനെ അരിച്ചും പെറുക്കിയും ശുദ്ധീകരിക്കുന്നത് ഈ പെമ്പറന്നോളാണ്. ഒക്കെ നേരം വെളുത്താൽ ഇൽമ കേൾക്കുന്ന പണിയാണ്. മൊബൈൽ വന്ന അക്കാലത്ത് നശിച്ചിട്ടുണ്ട് നമ്മളെ പെണ്ണുങ്ങളൊക്കെ. അവർക്ക് ഇൽമ കേൾക്കുന്ന പണിയാണ്. ഞാൻ പറയുകയാണ്, ഇന്ത്യ പ്രസംഗം കേൾക്കുന്നവർ വേറൊരു പ്രസംഗം കേൾക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും പ്രസംഗം കേൾക്കാനാണോ ഇന്നലെ ഒഴിവാക്കുക? നിങ്ങൾ രണ്ടും കൂടി കുടിച്ചിട്ട് നിങ്ങളെ കിഡ്നി നശിച്ചാകണ്ട. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അതിൽ പോയാലും നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തന്നെയും ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ ആരെ പ്രസംഗം കേട്ടാലും, ഒരു ശൂന്യായ മനുഷ്യൻ പ്രസംഗം കേട്ടാൽ നന്നാവൊക്കെ ചെയ്യും. പക്ഷെ എല്ലാം കൂടി നിങ്ങൾ ഒരേ സമയത്ത് മാന്തണ്ട. അത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരാളെപ്പറ്റി നിങ്ങൾ ഇൽമ കേൾക്കുന്നതിന് മുമ്പ് ഇൽമല്ല കേൾക്കേണ്ടത്, ആദ്യം അയാളെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കണം. ഇൻകാന സാഹിബ ബിദ്അത്തിൻ, അയാൾ ബിദ്അത്തുകാരനാണെങ്കിൽ ഫലാ തജ്ലിസ് ഇലൈഹി, ഇരുന്ന് കൊടുക്കരുത്. ഇദാ സമിഅത അൻ ശൈഖിൻ വഹുവ യുഹദ്ദിസുൽ കലാം ഫലാ തജ്ലിസ് ഇലൈഹി ഫതഫഖദ് അൻഹു. ഇൻകാന സാഹിബ ബിദ്അത്തിൻ ഫലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്താൻ. ഞാൻ വായിക്കുന്നത് ഇഹ്യായിൽ നിന്നാണ്. ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു, വിജ്ഞാനം വിജ്ഞാനം എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടരുത്. ഇപ്പോൾ നമ്മളൊരു പുതിയ കാലത്ത് വിജ്ഞാനം എന്നൊരു ഓട്ടമുണ്ട്. അത് തെറ്റാണ്. ആ ഓട്ടത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഹവയാണ്. ഇപ്പം എല്ലാവർക്കും അറിവ് കിട്ടണം, അറിവ് 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 എന്ന് പായാണ്. ഒരു പുതിയ കാലം. ഞാൻ നേരെ കാലത്തിന് എതിരാണ് പറയുന്നത്. നിങ്ങൾക്കൊക്കെ എതിരാണ് പറയുന്നത്. ഇതിൽ പുറത്തു വന്നാൽ ട്രോള് വരാനുള്ള സാധ്യതയുമുണ്ട്. അതായത് പുതിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറിവ് 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 എന്ന് പറഞ്ഞ പായ മനുഷ്യൻ. അത് വലിയ തെറ്റാണ്. ഒരാൾ അറിവ് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞാലും ഫതഫഖദ് അൻഹു, അയാളെപ്പറ്റി നീ അന്വേഷിക്കണം എന്ന് ഇമാം ഗസ്സാലി. അങ്ങനെ ഒരാൾ 1000 കൊല്ലത്തിനുള്ളിൽ വന്നിട്ടില്ല എന്നത് മുസ്ലിം ഉമ്മത്തിന് ഇത്തിഫാഖാണല്ലോ. ഇമാം ഗസ്സാലി തങ്ങളുടെ ഇഹ്യായിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഒരു ഷെയ്ഖ്, നീ ഒരാളെ കേട്ടു, യുഹദ്ദിസുൽ കലാം, അദ്ദേഹം വർത്തമാനം പറയുന്നുണ്ട്. അതായത് ഫയുഅ്തുൽ ഇൽമ, ജനങ്ങൾക്ക് അയാൾ വിജ്ഞാനം കൊടുക്കുന്നുണ്ട് എന്ന് നീ കേട്ടാൽ ഫതഫഖദ് അൻഹു, അയാളെപ്പറ്റി നീ ഒന്നാമതായി അന്വേഷിക്കണം. ഇൻകാന സ്വാഹിബ ബിദ്അത്തിൻ, അയാൾ ബിദ്അത്തുകാരനാണെങ്കിൽ ഫലാ തജ്ലിസ് ഇലൈഹി, അയാളിലേക്ക് നീ ഇരിക്കരുത്. അതായത് നിന്റെ കണ്ണും ചെവിയും അയാൾക്ക് നീ കൊടുക്കരുത്. എന്തുകൊണ്ട്? ഫലാ യതകല്ലമു ഇല്ലാ ബിൽ, ഇൻകാന സ്വാഹിബ ബിദ്അത്തിൻ, അയാൾ ബിദ്അത്തുകാരനാണെങ്കിൽ ഫലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്താൻ, പിശാചിൻ്റെ നാവ് കൊണ്ടല്ലാതെ അയാൾ സംസാരിക്കുകയില്ല. ഇമാം ഗസ്സാലി. അപ്പം എല്ലാ ഇൽമും ഇൽമല്ല നമുക്ക് വേണ്ടത്, ഇൽമുകാരനിൽ നിന്നുള്ള ഇൽമാണ്. നമുക്ക് ഖുർആൻ്റെ ഇൽമല്ല വേണ്ടത്, നമുക്ക് മുഹമ്മദീയത്തിലൂടെ ഖുർആൻ്റെ ഇൽമാണ്. ആണോ അല്ലേ? ആണ്. അപ്പോൾ ഇവിടെ വളരെ ഇതാണ്. അപ്പോൾ അതാണ് മുന്തിച്ചത്. ആരെയാണ്? അബ്ദിനെയാണ്. അബ്ദ് ഔദ്യോഗിക ആളാണ്. അല്ലാത്തൊരാൾ ഇൽമ് സ്വീകരിക്കുക ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത് മുഴുവനും കേൾക്കുക, അതൊരു ശൈലിയാണ്. അത് നശിച്ചു പോകും. ആ പെണ്ണും നശിക്കും, ആണും നശിക്കും. എൻ്റെ ക്ലാസ് കേൾക്കുന്നവൻ വേറൊരാളെ ക്ലാസ് കേൾക്കരുത്. എൻ്റെ ക്ലാസ് നിർബന്ധമല്ല, പിന്നെ വേറൊരാളത് കേൾക്കരുത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം, പിന്നെ വേറൊരാളത് കേൾക്കരുത്. എൻ്റെത് നിർബന്ധമല്ല, നിങ്ങൾക്ക് വേറെ ആരതും കേൾക്കാം, അപ്പം എൻ്റെത് കേൾക്കരുത്. അതൊക്കെ മറ്റ് ക്ലാസ്സുകൾ നല്ലതല്ലേ? തീർച്ചയായിട്ടും ആണ്, തീർച്ചയായും ആണ്. എന്തുകൊണ്ടാണ്? അതൊക്കെ നല്ല ഇൽമുകൾ തന്നെ. പക്ഷേ അലോപ്പതിയും ആയുർവേദവും ഒന്നിച്ചു കുടിക്കരുത്. അത് കിഡ്നി പോവും, ലിവറും ഫങ്ഷനും തെറ്റും. മനസ്സിലായില്ല? മനസ്സിലായില്ല. നിങ്ങൾ രാവിലെ അലോപ്പതിയാണ്, ഉച്ചക്ക് ആയുർവേദമാണ്, വൈകുന്നേരം ജൂനാനിയാണ്, രാത്രി നാടൻ മരുന്നാണ്. ഇത് വല്ലാതെ നീളൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? എൻ്റെ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ എൻ്റെ കേൾക്കാവും, രണ്ടാമത്തെ അത് കേൾക്കരുത്. ഞാൻ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടുന്നൊരു വിഷയമുണ്ടെങ്കിൽ വേറെ ആളെ പ്രസംഗം കേൾക്കരുത്. അത് എന്നോട് സ്നേഹം കുറവാകുന്നില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഒരാൾക്ക് എന്നോട് സ്നേഹം കുറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, അതൊന്നും എൻ്റെ പ്രശ്നമേ അല്ല. എന്തുകൊണ്ട്? രണ്ടും കൂടി യോജിച്ച് പോകില്ല, വഴി തെറ്റും. ഒരു തോണി കയറിയിട്ടുണ്ടെങ്കിൽ അക്കരെ എത്തുന്നത് വരെ
തോണി പോകണം. അല്ലെങ്കിൽ ഷഹീദാകുക, തോണി മറിയാണെങ്കിൽ മരിച്ചോ, എന്നാലും വേണ്ടില്ല. ആ തോണി കയറും, ഉറപ്പിച്ച് കയറിയാലും മതി. ഇടയിൽ നിന്ന് ഇറങ്ങരുത്. ഇടയിൽ നിന്ന് ഇറങ്ങിയവർക്കൊക്കെ നഷ്ടം സംഭവിക്കും. ഈ തോണിയിൽ നിന്ന് ഇറങ്ങിയവർക്കൊക്കെ നഷ്ടം പറ്റും. അത് ഞാൻ ഒരു കുരുത്തക്കേട് തരികയല്ല, പക്ഷേ സത്യമാണ്. ഇതൊരു തൗഫീഖാണ്. ഇത് ഞാൻ ഒരു ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പണിയേ അല്ല. ഇതൊരു തൗഫീഖാണ്. ഇത് വളരെ സത്യമാണ്. അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം മനസ്സിലായില്ലെങ്കിലും. അപ്പം പിന്നെ ഞങ്ങളോട് പറയാം, ഒരു ഇൽമ കേൾക്കുമ്പോൾ ഒരു ഇൽമല്ല നമുക്ക് വേണ്ടത്. ഇൽമ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഒരാൾക്കാണ് ഇൽമ ഉണ്ടാവേണ്ടത്? ഇൽമ ഫർദ് കിഫയാണ്. തൊലബുൽ ഇൽമി ഫർദ് കിഫയാണ് മൊത്തത്തിൽ. പിന്നെ നീ ഒരു കർമ്മം ചെയ്യുമ്പോൾ നിനക്കത് ഫർദ് ഐനാവും. 10 പൈസ ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ഒരു മൂല്യർത്തി ജനിച്ചാലും ആ മൂല്യർത്തി സക്കാത്തിൻ്റെ ബാബ് ഓതും. ജീവിതത്തിൽ ഒരിക്കലും ഈ മൂല്യർത്തി സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. നീ മൂല്യരായാലും സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല, എന്നാലും സക്കാത്തിൻ്റെ ബാബ് ഓതും. വലിയ മുതലാളിൻ്റെ മകൻ സക്കാത്തിൻ്റെ ബാബ് ഓതുമില്ല. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പറയൂ. അതായത് സക്കാത്തിൻ്റെ ബാബ് ഓതി പഠിക്കുന്ന മൂല്യർത്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് കൊടുക്കേണ്ടവൻ ഓതുമില്ല. ഇതെങ്ങനെ ഒപ്പിക്കുക? ഇൽമ ഒരാൾ നേടിയെടുക്കുകയാണ്. അയാളെ കയ്യിൽ എന്തുണ്ട്? ഇൽമുണ്ട്. മുതലാളി ആവശ്യത്തിന് അന്വേഷിക്കും. ഇക്കൊല്ലം ഇത്ര ഉറുപ്പുണ്ട്, കൊല്ലം സക്കാത്ത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു 13.5 ലക്ഷം ഉറുപ്പുണ്ട്. അതെങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് ഉസ്താദെ? അല്ലെങ്കിൽ നമ്മൾ 4 പീഡിയൻ്റെ സക്കാത്ത് ക്ലിയർ ആക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒന്ന് കണക്ക് ഞങ്ങൾ മൊത്തം എടുത്തിട്ട് നിങ്ങൾ ഉസ്താദിന് ഈശ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ നാളെ രാത്രി ഞാൻ വരാം. മൊത്തത്തിൽ എത്ര റുപ്യേൻ്റെ സാധനങ്ങളുണ്ട് കണക്കും കാര്യം കൊണ്ട് ഞാൻ വരാം. അതൊന്ന് ഉസ്താദ് ക്ലിയർ ആക്കി തരണം. അപ്പം ഇയാൾക്ക് സക്കാത്തിൻ്റെ ബാബ് ഓതേണ്ട ആവശ്യമില്ല. ആർക്ക്? മുതലാളിക്ക്. മൂല്യർക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല. മനസ്സിലായില്ല? മൂല്യർക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മൂല്യർ കയ്യിൽ എന്തില്ല? പൈസ അല്ല. മറ്റേ ആള് മുഫ്തിയല്ല. ആര്? സക്കാത്ത് കൊടുക്കുന്ന ആൾ മുഫ്തിയല്ല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ സമൂഹത്തിൽ ആരുടെയെങ്കിലും ഇങ്ങനെ 100, 200, 300 മുതലാളിമാർ ആ മാലിലും പരിസരത്തൊക്കെ ഈ ആലിമിനെ അവലംബിക്കും. അവർക്കൊക്കെ ആലിമിനെ അവലംബിച്ച കാര്യം അതാണ് ഫർദുൽ തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അല്ലാതെ എന്തല്ല ഒരു പോയി ഓതിപ്പടിക്കലല്ല. ഒരു ഓതി പഠിക്കാൻ പോയാൽ പോലെ കച്ചവടം മുടങ്ങൂലേ? ബാപ്പ കച്ചവടക്കാരനാണെങ്കിൽ മകൻ പഠിക്കേണ്ടത് എന്താ? മനുഷ്യ, ബാപ്പ കച്ചവടക്കാരനാണെങ്കിൽ മകൻ പഠിക്കേണ്ടത് എന്താണ്? കച്ചവടം പഠിക്കണം. കച്ചവടം പഠിച്ചാലല്ലേ ഇവിടെ നാട്ടിൽ സക്കാത്ത് കൊടുക്കണ്ടാവുള്ളൂ. എല്ലാവരും 10 ഉൽമീനും കൊണ്ട് സക്കാത്തിൻ്റെ ബാബ ഓതാൻ പോയി. ആരും എന്തിനു പോയില്ല? എന്താ അവസ്ഥ? എല്ലാവരും കച്ചവടത്തിനാ പോണ്ടത്. ഒരാൾ മതി എന്തിന്? കിതാബ് ഓതാന്. അപ്പൊ ഇൽമല്ല ആവശ്യം, ഇൽമ കൊണ്ടുള്ള കർമ്മാണ്. അതിന് ഒരാളെ കയ്യിൽ ഇൽമുണ്ടായാൽ മതി. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് എല്ലാവരുടെ കയ്യിലും എന്താ ഉള്ളത്? ഇൽമ്. ഈ ഇൽമ് ഖാസിറായ ഇൽമാണ്. കാരണം ഒരു അന്തമില്ലാത്ത കയ്യിൽ നിന്നാണ് ഇൽമൊക്കെ കിട്ടിയത്. എന്നിട്ട് ഇതിനെ അരിച്ചും പെറുക്കിയും ശുദ്ധീകരിക്കുന്നത് ഈ പെമ്പറന്നോളാണ്. ഒക്കെ നേരം വെളുത്താൽ ഇൽമ കേൾക്കുന്ന പണിയാണ്. മൊബൈൽ വന്ന അക്കാലത്ത് നശിച്ചിട്ടുണ്ട് നമ്മളെ പെണ്ണുങ്ങളൊക്കെ. ഒരിക്കൽ ഇൽമ കേൾക്കുന്ന പണിയാണ്. ഞാൻ പറയുകയാണ്, എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ വേറൊരു പ്രസംഗം കേൾക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും പ്രസംഗം കേൾക്കാനാണോ ഇന്നാണ് ഒഴിവാക്കുക. നിങ്ങളെ രണ്ടും കൂടി കുടിച്ചിട്ട് നിങ്ങളെ കിഡ്നി നാശാകണ്ട. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അതിൽ പോയാലും നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തന്നെയും ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ ആരെ പ്രസംഗം കേട്ടാലും ഒരു സുന്യായ മനുഷ്യൻ പ്രസംഗം കേട്ടാൽ നിങ്ങൾ നന്നാവൊക്കെ ചെയ്യും. പക്ഷെ എല്ലാം കൂടി നിങ്ങൾ ഒരേ സമയത്ത് മാന്തണ്ട. അതിൽ നിങ്ങൾക്ക് കയറില്ല. അപ്പോൾ ഒരാളെപ്പറ്റി നിങ്ങൾ ഇൽമ കേൾക്കുന്നതിന് മുമ്പ് ഇൽമല്ല കേൾക്കേണ്ടത്. ആദ്യം അയാളെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കണം. ഇൻകാന സ്വാഹിബ ബിദ്അത്തിൻ, അയാൾ ബിദ്അത്തുകാരനാണെങ്കിൽ ഫലാ തജ്ലിസ് ഇലൈഹി, ഇരുന്ന് കൊടുക്കരുത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് വഹാബികൾ വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ 10 ആൾ മുന്നിലുണ്ടാവില്ല. സത്യമല്ലേ? കാരണം ആരോട് അതിക്ക് പോകുന്നില്ല, ഒന്നിനാൾ പോകില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ വഹാബിൻ്റെ പ്രസംഗവും ഈ പെണ്ണുങ്ങൾ ആണുങ്ങളും കേൾക്കും. എന്നിട്ട് അവന് നല്ല തറവാട്ടിലെ മക്കളൊക്കെ കോലം തെറ്റി, ഒക്കെ താളം തെറ്റി. ഇതല്ലേ എത്ര അവരെയൊക്കെ കൈവടിഞ്ഞു. ഷെക്ക് വന്നു. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഷെക്ക് ഉണ്ടാകരുത്.
എന്തിനു ശക്ക്? ഇളക്കം. ഇളക്കാണ് വസ്വാസ്. അടക്കജുണ്ടാക്കണ്ട, ഇളക്കാൻ എന്നാ മതി. തിരിഞ്ഞില്ല. അടക്കം ഇൻഫിആലാണ്, ഇളക്കം ഫിഅലാണ്. ഇളക്കം ഇല്ലാതിരിക്കൽ അടക്കാണ്. അടക്കജുണ്ടാക്കണ്ട, ഇളക്കല്ലാതിരുന്നാൽ ഉണ്ടാവുന്നതാണ് അടക്കം. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല, മനസ്സിലായോ? ഇത് ഇളക്കരുത്. ഇളക്കം ഇല്ലാതിരുന്നാൽ നാച്ചുറൽ സിസ്റ്റത്തിൽ എന്ത് വരും? അടക്കം വരും. അതാണ് ഈമാൻ. ഖുർആൻ അവസാനം പറഞ്ഞു പോയപ്പോൾ ഖുർആൻ ആദ്യമായി പറഞ്ഞ് യഖീൻ ഉണ്ടാക്കണം എന്നാ, ഖുർആൻ അവസാനം പറഞ്ഞത് ഇളക്കരുത് എന്നാ. അപ്പം എന്തേ ചെയ്യേണ്ടുള്ളൂ? ഇളക്കാതൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ നീ കുടിക്കാനായാലെന്താ? എടുക്കട വെള്ളം. യഖന യഖന യഖനു യഖനത്ത് യഖന യഖന മാളിയഫില യഖന. യാ ആദ്യം കണ്ടപ്പോൾ മുലാരിയഫില വിചാരിക്കല്ല, അത് മാളിയഫില. യഖന യഖന യഖനു യഖന യഖന. യഖന എന്നതിൽ നിന്നുണ്ടായതാണ് യഖീൻ എന്ന വാക്ക്. യഖന ഐസഖന. അപ്പോൾ യഖീൻ നിനക്ക് ഉണ്ടാക്കാൻ കഴിയൂല. യഖീൻ ഇൻഫിഅലായിരിക്കും. നമുക്ക് എന്താ വേണ്ടത്? യഖീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഈമാനൻ കാമിലൻ വയഖീനൻ സ്വാദിഖൻ വഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ. നമുക്ക് യഖീനാണ് വേണ്ടത്. പറയും കുട്ടികളെ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഈമാനൻ കാമിലൻ വയഖീനൻ സ്വാദിഖൻ. ഞങ്ങൾക്ക് സത്യസന്ധമായ യഖീൻ വേണം, നീ തരണം. യഖീൻ എന്നാൽ യഖന ഐസഖന. അപ്പൊ ഏത് സാധനവും യഖീനിലാണ്. അതേ സമയത്ത് വസ്വാസ് ഫിഇലാണ്, യഖീൻ ഫിഇലല്ല, ഇൻഫിഅലാണ്. മനസ്സിലായില്ല? വസ്വാസ് എന്നാൽ ഇളക്കാണ്, കോലിട്ടിളക്കുക. വസ് പ്ലസ് വസ്സാണ് വസ്വാസ് അല്ലേ? വസ്വാസ് പറഞ്ഞ സാധനം ഉണ്ടോ ലോകത്ത്? ഇല്ലടെങ്ങായി. വസ്സിനെ ആവർത്തിച്ചാണ് വസ്വാസ്. ഇളക്കുക. പിന്നെ ജാലോചിച്ചിട്ടോ എന്നറിയാം, എന്തോ ഒന്ന് കുത്തുക്കണീസ് പറയാം. പിന്നെ എന്തോ അറിയാം, ജാലോചിച്ചോ പജ്ജ് പറയും, ഞാൻ പറയാൻ പോകുന്ന ഇരിക്കണം എന്നൊന്നുമില്ല. എന്തായി? ഇളക്കി അന്വസ്വാസ്. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം ഇത് മറ്റേ ആ പള്ളിയൊക്കെ പോകണമെന്ന് എനിക്ക് പറ്റി പള്ളിയൊക്കെ നമ്മൾ ഏത് നമ്മളെ മേലല്ലേ മുജാഹിദാണ് സുന്നിയാണെങ്കിലും. പക്ഷെ എന്നാലും ആലോചിച്ചാ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇജ്ജ് സ്വീകരിക്കണ്ടട്ടാ, പിന്നെ ഇതൊക്കെ ഒന്ന് പഠിച്ചാളാ. അപ്പം എന്തായി? ഇളക്കി. ഇളക്കിയ എന്ത് പോയി? യഖീൻ പോയി. എന്താണ് യഖീൻ? യഖന ഐസഖന. ഇതല്ല, ഇതല്ല. എൻ്റെ കയ്യിൽ ഇത് യഖീനാവൂല. ഞങ്ങൾ മുച്ചിത്തോടന്മാർക്ക് മൊത്തം ഒരു കൈവറുണ്ട്. പണ്ടേ പാപ്പാക്കുണ്ട്, വലിയ പാക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പണ്ടേ ഒരു കൈവറുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഇത് യഖീനായി കിട്ടൂല. യഖന ഐസഖന. അപ്പം യഖീൻ ഇൻഫിഅല. ഇൻഫിഅലാണ് സ്വകർമ്മ, അതായത് സ്വയമായി ഉണ്ടായിത്തീരുന്നതാണ്. എന്ത്? യഖീൻ. അത് ഫിഇലല്ല, അത് ഫിഇലല്ല, അത് ഫിഇലല്ല. അത് മനസ്സിലായില്ലേ? അത് ഇൻഫിഅലാണ്. യഖീൻ ഇൻഫിഅല. യഖനൽ മാഉ ഐസഖന. എൻ്റെ കണ്ണിൽ യഖീനായി, പക്ഷെ യഥാർത്ഥത്തിൽ യഖീനായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? നമ്മൾ അതിൻ്റെ ആ ഇളക്കം കാണുന്നില്ലെങ്കിലും ഒരു മൈന്യൂട്ട് പോയിന്റിലും ചിലപ്പോൾ ഇത് എന്തുണ്ടാകാം? ഇളക്കപ്പോഴും ഉണ്ടാകാം. ചിലപ്പോൾ ഇനിയൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്തുണ്ടാകുക? ഇളക്കം പൂർണ്ണമായി നിൽക്കുക. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഇളക്കുണ്ടാവും. ആ പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥയാണ് യഖീൻ. അപ്പോൾ ഇപ്പോഴും അതിൽ എന്തുറപ്പിച്ചൂടാ? യഖീൻ ഉറപ്പിച്ചൂടാ. അത് ഇൻഫിഅല. അത് സ്വയം വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. ആഖിറത്തെക്കുറിച്ച് അവർ യഖീൻ ഉണ്ടാക്കണം. അതാണ് ദീൻ അല്ലേ? നല്ല ഉഷാറിലിരിക്കി. ദീൻ എന്നാൽ എന്താണ്? ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. അവർക്കാണ് ഹിദായത്ത്. ആഖിറത്തെക്കുറിച്ച് എന്തുള്ളവർക്ക്? യഖീനുള്ളവർക്ക്. ഉറപ്പെന്ന് മലയാളം പറയരുത്, യഖീൻ പറഞ്ഞാൽ മതി. യഖീൻ മലയാളമല്ല.
യഖീൻ. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യഖീൻ ഉണ്ടെങ്കിൽ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം, അവർ ഹിദായത്തിലാണ്. നമ്മൾ 5 വഖത്തും അള്ളാഹിനോട് തേടുന്നത് എന്തിനാ? ഹിദായത്തിനാണ്. ഹിദായത്ത് എന്നാൽ എന്താണ്? വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം. യഖീൻ ഉണ്ടെങ്കിൽ അവർ ഹിദായത്ത് മേലാണ്. ഹിദായത്തിന് നമ്മൾ 5 വട്ടം തേടുന്നുണ്ട്. പറയും കുട്ടികളെ, 5 വട്ടം എന്ന് പറഞ്ഞാൽ 17 വട്ടം. 5 വട്ടമല്ല, 5 തവണയായി 17 വട്ടം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങൾക്ക് നേരായ വഴിയിൽ ഹിദായത്ത് തരണം എന്ന 17 വട്ടം ഒരു ദിവസം നമ്മൾ ചോദിക്കണത്, ഹിദായത്ത് ചോദിക്കണത്. ഹിദായത്തിന് പുറത്ത് പറഞ്ഞു എന്ത്? വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ ഉലൈക. ഉലൈക അല്ല, വാവില്ല അവിടെ. അപ്പം രണ്ടാമത്തിൽ കയറ്റിച്ചിരിക്കുക, ഇടയിൽ സിമെന്റ് ഇല്ല, കല്ലിലുണ്ട്, കല്ലിക്കാണ് കയറ്റല്. ചില ബ്ലോക്ക് മനസ്സിലായില്ലേ? കല്ലുകൾ കയറ്റിച്ചാൽ അങ്ങനെ ഉണ്ട്, എന്താ സിമെന്റ് ഉണ്ടാവില്ല. നമ്മളെ ഈ ചെങ്കോട്ടയൊക്കെ അങ്ങനെയാണ്. ചെങ്കോട്ട കല്ല് കയറ്റിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ അടിയിൽ എന്തില്ല? സിമെന്റ് ഇല്ല. അതിൻ്റെ മേലൊക്കെ അത് വലിച്ചൂരാൻ കിട്ടൂല, അതിൻ്റെ അടിയിൽ നിന്നൊരു കല്ലെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? അങ്ങനെ ലോക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനിടയിൽ സിമെന്റ് വെച്ചിട്ടില്ല. പിന്നെ വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ ഉലൈക. വഉലൈക. അപ്പൊ യഖീൻ ഉണ്ടെങ്കിൽ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം, അവരെന്തിന്റെ മേലാണ്? പറ യഖീൻ ഉണ്ടെങ്കിൽ അവരെന്തിന്റെ മേലാണ്? ഹിദായത്തിന്റെ മേലാണ്. യഖീൻ ഉണ്ടെങ്കിൽ അവരെന്തിന്റെ മേലാണ്? ഹിദായത്ത്. ഒന്നുകൂടി പറയും, യഖീൻ ഉണ്ടെങ്കിൽ അവരെന്തിന്റെ മേലാണ്? ഹിദായത്ത് എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. فإما يأتينكم مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون. നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങണം. ആദം നബിയോടും ഭാര്യയോടും ഇബ്ലീസ് അടക്കമുള്ളവരോടും അള്ളാഹു പറഞ്ഞു, ഇറങ്ങി പുറത്തിറങ്ങി, നിങ്ങൾ താഴത്തേക്ക് പോകണം. ഇനി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഹിദായത്ത് വേണം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം. നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങണം. താഴത്തൊരു ലോകമുണ്ട്, അവിടെ എൻ്റെ ഹിദായത്ത് നിങ്ങളെ സമീപിക്കും. അപ്പോൾ നിങ്ങൾ ഹിദായത്ത് വാങ്ങി വെക്കണം. ഹിദായത്ത് വാങ്ങിയിട്ട് തിരിച്ചു വന്നാൽ ഫലാ ഖൗഫുൻ അലൈഹിം, പിന്നെ നിങ്ങൾക്കൊരു ഭയവുമില്ല. പിന്നെ ഞാൻ പുറത്താക്കൂല. ഇപ്പോൾ ഞാൻ ഓസിക്ക് കയറ്റിയതാണ്, മറ്റേ ഓസി കയറ്റല്ല. മനസ്സിലായില്ല? നമ്മൾ മലപ്പുറം ഭാഷയിൽ ഓസി എന്ന് പറയും. മനസ്സിലായില്ല? ഓസി കണക്ക് വെറുതെ കിട്ടാൻ നടക്കുന്നവരെ പറ്റി പറയുന്നതാണ് എന്ത്? ആദം നബിക്ക് ഓസി കൊടുത്താണ് അന്ന് എന്ത്? സ്വർഗം. ഓസി കൊടുത്താൽ എപ്പോഴും പുറത്താക്കാം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഒരുത്തൻ കയ്യിൽ പൈസ ഇല്ലാതെ എന്ത് ചെയ്തു? മീൻ വാങ്ങാൻ വേണ്ടി ചെന്നു. ഒരുത്തൻ 500 നോട്ടിയിട്ട് എത്ര വെച്ചു? അയിലൊക്കെ എത്ര വെച്ചു? 250. 500 പടക്കണം നോട്ടം എടുത്ത് വെച്ചു. 2 കിലോ അയിലെടുക്കുക കൊടുത്തു. അപ്പം വാങ്ങി. പിന്നെ അയിലിനെ പറ്റി പല കുറ്റം പറയാൻ തുടങ്ങി. അപ്പം മറ്റോ കേട്ടുക്കും. എന്തുകൊണ്ട്? ദോസിക്കല്ല. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്, ഓസിക്കുക. അപ്പം ഈ കൂട്ടത്തിൽ 3-4 അയില ഓൻ്റെ കീസിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഓൻ എന്ത് പറഞ്ഞ്? ഇത് അയിലത്രേ ശരിയില്ല, വേഗം എന്ത് ചെയ്ത് വേണ്ടിയിട്ട് പറഞ്ഞു. എന്തുകൊണ്ട്? ഓസ് കിട്ടിയാൽ തിരിച്ചു വാങ്ങും ചെയ്യും. ആദം നബിക്ക് അന്ന് ഓസി കിട്ടിയതാ. എന്ത് പറയടാ അന്തങ്ങള്? ആദം നബിക്ക് ആദ്യം സ്വർഗം കിട്ടിയത് ഓസിക്ക് കിട്ടിയതാ. ഓസി കിട്ടിയ പുറത്താക്കും. അതേ സമയത്ത് ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം, എൻ്റെ ഹിദായത്ത് വാങ്ങി വന്നാൽ പിന്നെ നിങ്ങളെ പുറത്താക്കൂല. കാരണം 500 പെടക്കണം മാവട്ട് വാങ്ങിയിട്ടാണ്. ഞാൻ എന്ത് അവകാശമുണ്ട്? ഞാൻ പറഞ്ഞാത്തരും എൻ്റെ സ്വർഗ്ഗമില്ലല്ലോ എന്ന് പറയാൻ അവകാശമുണ്ട്. തിരിഞ്ഞില്ല. മനസ്സിലായില്ല? ഞങ്ങൾ നിസ്കരിച്ചു പോകുമ്പോറ്റ് ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ സ്വർഗത്തിനെ പറ്റി കേട്ടു. അപ്പം അന്ന് നോക്കുമ്പോൾ ആ പറഞ്ഞ കുറേയൊക്കെ കുളൂസാ, അത്രയും നല്ല സ്വർഗമില്ല എന്ന് പറയാൻ പിന്നെ അവകാശമുണ്ട്. അപ്പോൾ അള്ളാഹ്ക്ക് എന്തും പറയാം, ആയിക്കോട്ടെ ഇത് തുടക്കാണ് കേട്ടോ, ഇനി ശരിയായി വരുന്നുണ്ട്, അങ്ങനെ പറയാൻ അള്ളാഹ്ക്ക് അവകാശമുണ്ട്. അതേ സമയത്ത് അന്ന് ആദം നബിക്ക് എന്ത് പറയാൻ പറ്റൂല. ഒന്ന് പറയാൻ, എന്ത് സ്വർഗം, ഞാൻ വിചാരിച്ചത്രയൊന്നും ഇല്ലല്ലോ, ഇനി വണ്ടി വിട്, ഓസി കിട്ടിയല്ലേ, ഇനി നമ്മൾ പണിയെടുത്തിട്ട് പോകും. എന്താ പണിയെടുക്കൽ? അതന്നെ ഞങ്ങൾ നിസ്കാരം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച്. അപ്പം അണ്ണിക്ക് 2 കൊടുക്കണം കൂടി. നിസ്കാരമല്ല, നിസ്കാരമൊക്കെ അതിൻ്റെ സബബാ. അവർ നിസ്കാരം നോമ്പ് മാത്രമല്ല, നിസ്കാരം നരകത്തേക്കും പോകും. എന്തില്ലെങ്കിൽ? അതിതായത്തില്ലെങ്കിൽ. നമ്മളിവിടെ വന്ന് എന്തിനാ?
ഹിദായത്തിന്. ഹിദായത്ത് ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? ഇപ്പൊ പോയിന്റ് കൃത്യമായി. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. യഖീൻ ഉണ്ടോ? എന്തുണ്ടായി? ഹിദായത്ത് ഉണ്ടെങ്കിൽ അവകാശമായി. എന്തിന്? സ്വർഗത്തിന്. തുടക്ക സ്വർഗം എന്നറിയാം. തുറക്കാൻ അറിയാൻ ഇന്നോട് പറഞ്ഞിട്ടില്ലേ പണ്ട് ഹിദായത്തും കൊണ്ടുവരാൻ? എന്ത് വർത്താനം? ഇനി ആ ജാതി വർത്താനം പറയല്ലേ സ്വർഗം തുറക്ക്. കാരണം ഞാൻ എന്തും കൊണ്ടുവന്നു? ഹിദായത്ത് കൊണ്ടുവന്നു. ഹിദായത്ത് എപ്പോഴാണ് ഉണ്ടാക്കുക? കഴിഞ്ഞു. യഖീനുണ്ടെങ്കിൽ എന്തുണ്ട്? ഹിദായത്തുണ്ട്. അതാണ് ഖുർആന്റെ തുടക്കം. ഫാത്തിഹ. അൽ ബഖറന്റെ ആദ്യത്തെ 5 ആയത്ത്, ഫാത്തിഹന്റെ 7 ആയത്ത്. ഇതിലാകെ പറഞ്ഞത് ഹിദായത്തും യഖീനും. ഫാത്തിഹയിൽ ഹിദായത്ത് ചോദിച്ചു. അൽ ബഖറയിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നപ്പോൾ യഖീനെ പറ്റി പറഞ്ഞു. എന്നിട്ട് യഖീനെ കൂട്ടിക്കെട്ടി എന്തുമക്ക്? ഹിദായത്ത്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. എന്നിട്ട് 6000 ചില്ലാനോ ആയത്തിലൂടെ ഇങ്ങനെ പോകുന്നു. പയ്യ ഹിദായത്തിൻ്റെ ആളാ. അവസാനം അള്ളാഹു തആല പറഞ്ഞു, ഇളക്കരുത് കേട്ടോ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹി. കഴിഞ്ഞു തന്നെ. അപ്പൊ ഇജ് ഒന്നും ചെയ്യണ്ട. ഇജ് എന്ത് ചെയ്യാതിരുന്നാ മതി. ഇളക്കരുത്. ഇളക്കിയ കഴിഞ്ഞ്. ഇളക്കിയ എന്ത് പോയി? ഇതായത് എന്തുകൊണ്ട് ഇളക്കിയാൽ എന്ത് പോവും? യഖീൻ. കാരണം ഫമാദാ യഖന ഇദാ സക്കന യഖന ഫമതാ യഖന ഇദാ സക്കന യഖന. എപ്പോഴാണോ യഖീൻ ഉണ്ടായത്, എപ്പോഴാണ് അടങ്ങിയത്, അപ്പൊ തന്നെ. ഇതാണ് യസ്കുൻ ലം യൂഖൻ. സുക്കൂനില്ലെങ്കിൽ എന്തുമില്ല, യഖീനുമില്ല. മനസ്സിലായില്ല? എപ്പോഴാണ് ഹിദായത്ത്, എപ്പോഴാണ് യഖീൻ കിട്ടിയത്, എപ്പോഴാണ് യഖീനായത്, എപ്പോഴാണ് ഇളകൽ നിന്നത്? അപ്പോൾ എപ്പോഴാണ് ഹിദായത്തിന് പകരം വലാലത്ത് കടന്നു വന്നത്? എപ്പോഴാണോ അടക്കം നീങ്ങിയത് അപ്പോൾ വലാലത്ത് വന്നു. അൽ ഹിദായത്തു അൽ യഖീനു ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. യഖീൻ ഉണ്ടെങ്കിൽ ഹിദായത്ത് ഉണ്ട്. അപ്പോൾ ഈ ആകെ ഹിദായത്തിന്റെ ശത്രു എന്താ? ഇളക്കം എന്ന് പറഞ്ഞാലാ. അതല്ലേ വിശ്വാസ്? ഇളക്കം. നീ തിരിച്ചൊരു യഖീന് ആർക്കുമില്ല. ഇപ്പം ഈ ലോകത്ത് പടച്ചോല്ല എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യല്ല. പടച്ചോണ്ടെന്ന് ഉറപ്പില്ലായ്മയുള്ളത്. നിങ്ങളിൻ്റെ കൂടെ അല്ല. അവർക്ക് റിച്ചാർഡ് ഡോക്കിൻസ് ആണെങ്കിലും അയാൾക്ക് പടച്ചോല്ല എന്ന് ഉറപ്പൊന്നുമില്ല. അയാൾക്ക് പടച്ചോണ്ട് എന്നുള്ള ഉറപ്പില്ലായ്മ. അതിൻ്റെ പകരാണ് പിന്നെ എന്ത് പറയണത്? പടച്ചോല്ലാറാണ്. പടച്ചോനില്ല എന്ന ഉറപ്പ് റിച്ചാർഡ് ഡോക്കിൻസിന് പോലും ഇല്ല. അയാളാണ് ആര്? ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ഏത്തിസ്റ്റ് നിരീശ്വരവാദിയാണ് റിച്ചാർഡ് ഡോക്കിൻസ്. അയാൾക്ക് പോലും സാം ഹാരിസ്, അതേപോലെ റിച്ചാർഡ് ഡോക്കിൻസ്, ഇവരൊക്കെയാണ് ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികൾ. ഇവർക്ക് അള്ളാഹു ഇല്ല എന്ന ഉറപ്പൊന്നും പിന്നെന്താ അവർക്ക് ഉണ്ടായത്? അള്ളാഹു ഉണ്ട് എന്ന ഈ ഉറപ്പില്ലായ്മ, അതെന്നെ വിശ്വാസ്. ഒരു ഈസാ നബി വന്നിട്ട് ഒരൊറ്റ നൃത്തത്തിൽ അള്ളാഹു ഉണ്ട് എന്ന ഷുഹൂദ് ഓൻ്റെ കണ്ട ഈ ലോകത്തെ ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ പ്രചാരകൻ ഓനായിരിക്കും. അപ്പോന് എന്ത് കിട്ടും? യഖീനാണ് കിട്ടും. അപ്പോന് ഹിദായത്തുമായി. നമ്മളെപ്പോലത്തെ ഈ അരമുറിയൻ ബാലൻ തലിക്കെട്ടാരായ നമ്മളെപ്പോലത്തെ വിട്ടികൾക്ക് അവന് യഖീൻ കൊടുക്കാൻ മാത്രമുള്ള കഴുത്തൊന്നും നമ്മളെ കയ്യിൽ ഇല്ല. നമ്മൾക്ക് തന്നെ ഇല്ല. ഇവരെക്കാളും വലിയ നിരീശ്വരവാദികളെ ഓരൊക്കെ നന്നായി. യഖീൻ കിട്ടേണ്ട വഴിക്ക് യഖീനാണ് കിട്ടി. ഇന്നിപ്പോൾ ഒരു മനസ്സിലായി. അതുകൊണ്ടാണ് നിരീശ്വരവാദികളൊക്കെ മൂല്യമാരെ കുറ്റം പറയാം. അല്ല എന്ന് പറയുന്നത് മൂല്യമാരെ കുറ്റം പറയുന്നത്.